അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സഹോദരീ സഹോദരന്മാരെ, ഇന്ന് നമ്മുടെ കൽബുകൾ വേദനിക്കുന്ന, നമ്മുടെ കണ്ണുകൾ നിറയുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ലോകത്തിൻ്റെ ഒരു കോണിൽ നമ്മുടെ സ്വന്തം സഹോദരങ്ങൾ ഫലസ്തീനിലെ മക്കൾ പിടഞ്ഞു വീഴുന്നതിനെക്കുറിച്ചാണ്. പിഞ്ചുകുഞ്ഞുങ്ങളുടെ നിലവിളികൾ ആകാശത്തേക്കുയരുമ്പോൾ, ഉമ്മമാരുടെ കണ്ണുനീർ ഒലിച്ചുതീരാത്ത പുഴകളായി മാറുമ്പോൾ, ബാപ്പമാരുടെ നെഞ്ചുതകർന്ന വേദനകൾ അള്ളാഹുവിൻ്റെ അർശിനെ പ്രകമ്പനം കൊള്ളിക്കുമ്പോൾ, എന്താണ് ഒരു ഉമ്മത്ത് എന്ന നിലയിൽ നമ്മുടെ ഉത്തരവാദിത്തം എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം കാണുകയാണ് ഇസ്രായേൽ എന്ന അധിനിവേശ ശക്തി ഫലസ്തീനിലെ നിസ്സഹായരായ ജനതയ്ക്ക് നേരെ നടത്തുന്ന ക്രൂരമായ ആക്രമണങ്ങൾ. അത് വെറുമൊരു യുദ്ധമല്ല, അതൊരു വംശഹത്യയാണ്. വീടുകൾ തകർക്കപ്പെടുന്നു, ആശുപത്രികൾ ബോംബിട്ടു തകർക്കുന്നു, സ്കൂളുകളിൽ അഭയം തേടിയ പിഞ്ചു കുഞ്ഞുങ്ങൾ പോലും അതിക്രൂരമായി കൊല്ലപ്പെടുന്നു. ലോകം മുഴുവൻ ഇതിനെ അപലപിക്കുമ്പോഴും ആ അക്രമികൾക്ക് ശക്തി പകരുന്നത് എന്താണ്? അവരുടെ സാമ്പത്തിക ഭദ്രതയാണ്. അവരുടെ ആയുധങ്ങൾക്കും വെടിയുണ്ടകൾക്കും പണം നൽകുന്നത് അവരുടെ വ്യവസായങ്ങളാണ്, അവരുടെ ഉൽപ്പന്നങ്ങളാണ്. ഇവിടെയാണ് നാം ഓരോരുത്തരും പ്രതിക്കൂട്ടിലാവുന്നത്. നമ്മുടെ സഹോദരങ്ങളുടെ നെഞ്ചിലേക്ക് തുളച്ചു കയറുന്ന ഓരോ വെടിയുണ്ടയിലും ഒരുപക്ഷേ നമ്മുടെ കച്ചവടത്തിൻ്റെ, നമ്മുടെ ഉപഭോഗത്തിൻ്റെ ഒരു അംശം കൂടി കലർന്നിട്ടുണ്ടോ എന്ന് നാം ഭയപ്പെടണം. സഹോദരങ്ങളെ, ഏറ്റവും വേദന നിറഞ്ഞ യാഥാർത്ഥ്യം എന്തെന്നറിയുമോ? ഈ അക്രമികളുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും വിൽക്കപ്പെടുന്നു. എന്നാൽ നമ്മുടെ കൽബിനെ മുറിവേൽപ്പിക്കുന്നത് അതല്ല. ഇസ്ലാമിൻ്റെ ഹൃദയഭൂമിയിൽ ലോക മുസ്ലിമീങ്ങളുടെ ഖിബില സ്ഥിതി ചെയ്യുന്ന പുണ്യനഗരങ്ങളായ മക്കയിലും മദീനയിലും പോലും ഈ ഉൽപ്പന്നങ്ങൾ യാതൊരു മനസാക്ഷിക്കുത്തുമില്ലാതെ വിൽക്കപ്പെടുന്നു എന്നതാണ്. ചിന്തിച്ചു നോക്കൂ, അള്ളാഹുവിൻ്റെ ഭവനത്തിന് മുന്നിൽ നിന്റെ സൂൽ ഉൻബിൽ അബലിൻതു അന്നബിലില്ല മൈൻ ഹാബുബി ഉസമ. അന്ത്യവിശ്രമം കൊള്ളുന്ന മണ്ണിൻ്റെ തൊട്ടടുത്തു നിന്നമ്മുടെ സഹോദരങ്ങളെ കൊല്ലാൻ പണം നൽകുന്നവരുടെ ഉൽപ്പന്നങ്ങൾ നാം പണം കൊടുത്തു വാങ്ങുന്നു. ആ പണം ഉപയോഗിച്ചു വാങ്ങിയ കോള നാം കുടിക്കുന്നു, ഭക്ഷണങ്ങൾ നാം കഴിക്കുന്നു. ഏത് പ്രാർത്ഥനയാണ് അള്ളാഹു സ്വീകരിക്കുക? ഒരു ഭാഗത്ത് ഫലസ്തീനികൾക്ക് വേണ്ടി കൈകൾ ഉയർത്തി ദുആ ചെയ്യുകയും മറുഭാഗത്ത് അവരുടെ ഘാതകരുടെ കീശ വീർപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്ന വിരോധാഭാസത്തെക്കുറിച്ച് നാം ചിന്തിച്ചിട്ടുണ്ടോ? ഗൾഫ് രാജ്യങ്ങളിലെ വലിയ വലിയ മാളുകളിൽ ഈ ഉൽപ്പന്നങ്ങൾ നിറഞ്ഞിരിക്കുമ്പോൾ അത് വാങ്ങാനായി ക്യൂ നിൽക്കുന്നവരിൽ നമ്മുടെ സഹോദരങ്ങളുമുണ്ട് എന്നത് നമ്മെ ലജ്ജിപ്പിക്കേണ്ടതാണ്. ചിലർ ചോദിച്ചേക്കാം, നമ്മൾ വാങ്ങുന്ന ഒരു ചെറിയ ഉൽപ്പന്നം കൊണ്ട് എന്ത് സംഭവിക്കാനാണ്? സഹോദരങ്ങളെ ഓർക്കുക, തുള്ളിപ്പെരുവെള്ളം കൊണ്ടാണ് കടലുണ്ടാകുന്നത്. കോടിക്കണക്കിന് മുസ്ലിമീങ്ങൾ ഒരുമിച്ച് തീരുമാനിച്ചാൽ ഒരു രാത്രി കൊണ്ട് അവരുടെ സാമ്പത്തിക വ്യവസ്ഥയെ പിടിച്ചുകുലുക്കാൻ നമുക്ക് സാധിക്കും. ഇത് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ജിഹാദാൻ സമരമാണ്. ആയുധമെടുത്ത് പോരാടാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിലും നമ്മുടെ കയ്യിലിരിക്കുന്ന പണം എന്ന ആയുധം ശരിയായ രീതിയിൽ ഉപയോഗിക്കാൻ നമുക്ക് കഴിയണം. അക്രമിയെ സഹായിക്കുന്നതും അക്രമം തന്നെയാണ്. അവരുടെ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്ന അക്രമിക്കുള്ള നമ്മുടെ മൗനാനുവാദമാണ്. ഒരു നന്മ കണ്ടാൽ അത് കൈകൊണ്ട് തടുക്കണമെന്നും അതിന് സാധിച്ചില്ലെങ്കിൽ, നാവുകൊണ്ട് തടുക്കണമെന്നും അതിനും സാധിച്ചില്ലെങ്കിൽ, ഹൃദയം കൊണ്ടെങ്കിലും വെറുക്കണമെന്നും അത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയാണെന്നും പഠിപ്പിച്ച പ്രവാചകന്റെ അനുയായികളാണ് നാം. ഇന്നമ്മുടെ കൈകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ പ്രതിരോധമാണ് ഈ ബഹിഷ്കരണം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കൊരു തീരുമാനമെടുക്കാം. ഇന്നു മുതൽ നാം വാങ്ങുന്ന ഓരോ വസ്തുവും ആരുടേതാണെന്ന് നാം പരിശോധിക്കും. നമ്മുടെ സഹോദരങ്ങളുടെ രക്തക്കറ പുരണ്ട ഒരു ഉൽപ്പന്നവും എൻ്റെ വീട്ടിലേക്ക് ഞാൻ കൊണ്ടുവരില്ലെന്ന് ഓരോരുത്തരും പ്രതിജ്ഞയെടുക്കണം. നമുക്ക് ബദലുകളുണ്ട്. ഒരുപക്ഷേ അത്ര പ്രശസ്തമായിരിക്കില്ല, പക്ഷേ നമ്മുടെ സഹോദരങ്ങളുടെ ജീവനേക്കാൾ വലുതല്ല ഒരു ബ്രാൻഡിൻ്റെയും പ്രശസ്തി. ഈ സന്ദേശം നാം എല്ലാവരിലേക്കും എത്തിക്കണം. നമ്മുടെ കുടുംബത്തിൽ, സുഹൃത്തുക്കളുടെ ഇടയിൽ, നമ്മുടെ മഹല്ലുകളിൽ ഈ ബോധവൽക്കരണം നാം നടത്തണം. ഏറ്റവും പ്രധാനമായി വേദനിക്കുന്ന നമ്മുടെ ഫലസ്തീനി സഹോദരങ്ങൾക്കു വേണ്ടി പ്രാർത്ഥനയുടെ കൈകൾ ഉയർത്തണം. അവരുടെ വേദനകളിൽ പങ്കുചേരണം. അള്ളാഹുവേ, ലോകത്തെമ്പാടും വേദനയനുഭവിക്കുന്ന മുസ്ലിമീങ്ങൾക്ക്, പ്രത്യേകിച്ച് ഫലസ്തീനിലെ ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ സഹായവും സമാധാനവും നൽകണമേ തമ്പുരാനെ. അക്രമികളുടെ കരങ്ങളെ നീ തകർക്കണമേ. ഞങ്ങളുടെ ഈ ചെറിയ പ്രവർത്തനങ്ങളെ നീ ഒരു വലിയ സ്വാലിഹായ അമലായി സ്വീകരിക്കണമേ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.